എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലൊരു യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. ഈ MG യൂണിവേഴ്സിറ്റി കോളേജിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോഴ്സുകളിലേക്ക് എത്തപ്പെടുന്നവരുടെ എണ്ണം വളരെ ഗണ്യമായി കൂടിയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത വർഷങ്ങളിൽ ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ വന്ന് പഠിക്കുന്നുണ്ടെങ്കിലും MG യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകർ എത്തുന്നത് ഈ വർഷമാണ്. 58 രാജ്യങ്ങളിൽ നിന്ന് 885 അപേക്ഷകരാണ് ഈ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. MG സർവകലാശാല ക്യാമ്പസിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഉന്നത പഠനത്തിന് അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം വളരെ ഗണ്യമായി കൂടിയിട്ടുള്ള ഒരു വർഷം കൂടിയാണ്. നമ്മൾക്ക് എത്ര പേർക്കറിയാം വിദേശത്തെ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന് പഠിക്കുന്നത്? PhDക്ക് 187, PGക്ക് 406, ഡിഗ്രി 292 എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലായി ഇക്കുറി അപേക്ഷകരുടെ എണ്ണം. അതിൽ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ളത്. 79 പേരാണ് കെനിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആഫ്രിക്കയിൽ തന്നെ സുഡാനിൽ നിന്ന് 77 പേർ, ബോട്സ്വാനയിൽ നിന്ന് 67 പേർ, ബംഗ്ലാദേശിൽ നിന്ന് 59 പേര്, ഇറാഖിൽ നിന്ന് 58 പേര്, ടാൻസാനിയയിൽ നിന്ന് 57 പേര്, നൈജീരിയയിൽ നിന്ന് 52 പേരും, മലാവിയിൽ നിന്ന് 48 പേരും, യമനിൽ നിന്നും 39 പേരും, ശ്രീലങ്കയിൽ നിന്നും 39 പേരും, മാലിയിൽ നിന്ന് 33 പേര്, ലൊസാത്തയിൽ നിന്ന് 20 പേരും, നേപ്പാളിൽ നിന്ന് 22 പേരും, അങ്കോളയിൽ നിന്ന് 22 അംഗങ്ങളുമാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത് രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. MBA കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് വരുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എത്തിയ വർഷം കൂടിയാണ് ഇത്. നമുക്ക് ഈ കൊച്ചു കേരളത്തിന് വളരെ അഭിമാന മുഹൂർത്തമായിട്ടുള്ള സമയമാണിത്.